ഉണ്ട് മമ്മി വരെ ഞെട്ടിപ്പോയി. 83 കായുണ്ട്. 50 കായാണെന്ന് പ്രതീക്ഷിച്ചേ. അയ്യോ 50 അല്ല, അതിന്റെ ഇരട്ടിയുണ്ട്. ഹായ്. കഴിഞ്ഞു. ആദിയുടെ ഇൻട്രോ കഴിഞ്ഞിരിക്കുന്നു. ഹായ്. ആദ്യം ഭയങ്കര ഇന്ന് ആദ്യത്തെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇവിടെ 6:00 കിടന്നു. മതി. ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കണ്ടു തുണിയൊക്കെ എടുത്തു. ഭീഷണിപ്പെടുത്തു കേട്ടോ ആദ്യം. മര്യാദക്ക് നിക്ക. പാവക്കുട്ടി പാവത്താനായിട്ടിരിക്കുന്നു. ആദി പാവാട്ടോ. ആദി പാവാണ്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ വലിയ ബ്രഹ്മാണ്ഡ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. ദാ നിക്കുന്നു എന്റെ തലയുടെ മുകളില്. അപ്പൊ മതിക്കാൻ പറ്റുമെങ്കിൽ മതിക്കണം കേട്ടോ. അതില് 5 കൊല പൊട്ടിപ്പോയി. 5 കൊലയല്ല, 5 കായ്. എന്റെ സൗണ്ട് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. കാരണം 2-3 ദിവസമായിട്ട് ഭയങ്കര കിടപ്പിലായി പോയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് 2ാമത്തെ ദിവസമാണ് നമ്മൾ വാഴക്കൊല വെട്ടാൻ വേണ്ടി വന്നിരിക്കുന്നത്. വീഡിയോ എടുത്തോണ്ടിരുന്നതിനിടയ്ക്ക് നമുക്ക് വാഴക്കൊല വെട്ടാൻ പറ്റിയില്ല. പെട്ടെന്നൊരു വഴി പോകേണ്ടി വന്നു. വീണ്ടും ഡ്രസ്സൊക്കെ മാറി കണ്ടില്ലേ. അന്നക്കുട്ടി വരെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അന്നക്കുട്ടി നമ്മളെ കൂടെ ഉണ്ട്. ആദ്യക്കൂടെ സ്കൂളിൽ പോയി. ആദ്യക്കുട്ടി ക്ലാസ്സിലായിരുന്നു. അവന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര വഴക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അന്നേരമാണ് നമുക്കൊരു കോള് വന്ന് നമ്മൾ ഒരു വഴിക്ക് പോയത്. ഒറ്റപ്പോക്കായിരുന്നു. എന്നിട്ട് നമ്മുടെ വാഴക്കൊല വെട്ടാൻ പറ്റിയില്ല. ഇന്നായപ്പോഴേക്ക് പഴുക്കാൻ തുടങ്ങി. അതാ പറഞ്ഞത്. ഇന്നായപ്പോഴേക്ക് അത് പഴുക്കാൻ തുടങ്ങി. പൊട്ടിപ്പോയി കേട്ടോ. ഇന്നലെ 2-3 ഉണ്ടായിരുന്നുള്ളൂ. 5 ഇന്നിപ്പോ അതിന്റെ ഒക്കെ ഇരട്ടിയായി. ഒരുപാട് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വെട്ടാൻ വേണ്ടി പോവാണ്. അന്നക്കുട്ടി മാത്രമല്ല, ഇന്ന് ആദ്യക്കുട്ടനില്ല. മിറ്റത്തു നിന്നാണ് നമ്മുടെ വാഴ വെട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ആഗ്രഹം എന്നു വെച്ചാല് ഇത് വെട്ടി നമ്മുടെ മുറ്റത്തേക്ക് ഇടണം. ഓക്കെ, താഴോട്ട് വീഴരുത്. വെട്ടി മുറ്റത്തേക്ക്. എന്റെ കാലിൽ ചെരുപ്പ് പിന്നെ അവിടെ ചവിട്ടിട്ടുണ്ട്. എന്റെ ചെരുപ്പ് ചെളിയാവൂലേ? ഓക്കെ, വെട്ടല്ലേ? ആ കെട്ടേ ലൈനയിലൊന്നും വീഴൂല. ഇല്ല, കെട്ടേ പിടിപ്പിച്ചില്ല. എങ്ങനെയാ കെട്ട് പിടിപ്പിച്ചില്ലല്ലോ? എങ്ങനെയാ വാഴ മറിഞ്ഞു വീഴുക? കൈ വെട്ടി വേണോ? ഏകദേശം എത്ര കിലോ ഉണ്ടാകുന്നൊന്ന് കമന്റിൽ പറയണേ എല്ലാവരും കണ്ടിട്ട്. ഈ വാഴക്കൊലേ ഇച്ചാൻ എത്രയാണോ തോന്നുന്നേ? ഏകദേശം 21 കിലോ ആണ് ഇച്ചാൻ പറയുന്നത്. ഞാനൊരു 18 കിലോ പറയുന്നു. മമ്മി അത് വെട്ടിക്കഴിഞ്ഞ് പറയട്ടെ. മമ്മി ഇപ്പൊ അവിടെ ആണോ? എന്നാ മമ്മീനെ വിളിച്ചിട്ട് വരാട്ടോ. മമ്മിയുടെ മിറ്റം അടിച്ചു പോയത് അന്നക്കുട്ടിയിൽ കൂടെ നടക്കുന്നു. മമ്മി പിടിക്കാൻ വരാൻ. മമ്മിയുടെ മിറ്റം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. വാ, മമ്മി പോയത്. അച്ഛാനിതാ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. മമ്മി അത് എത്ര കിലോ ഉണ്ടാവുന്നു? ഏകദേശം കണ്ടിട്ട് എടുക്കാൻ തുടങ്ങി. കണ്ടിട്ട് പറ. 20 മേളില്. മമ്മി 20 കിലോ മേളിൽ കാണുമെന്നാണ് പറയുന്നത്. അല്ലൂട്ടി ഇങ്ങോട്ട് വാടി. ഇടണോ? പിടിപ്പിക്കാം. അങ്ങോട്ട് വാ. അവളെ മാറ്റി എന്റെ അടുത്താ. ബലം ഉണ്ടെന്ന്. ആരോഗ്യമുള്ള വാഴയാ, പക്ഷെ കൊലക്കുള്ള കട്ടി ചെരിയുന്നുണ്ട്. ലൈനയിലൊന്നും വീഴൂല. പിടിച്ചാ മതി. ഇച്ചായ താഴെ വെട്ട്. ആ കെട്ടഴിക്ക്. ഇല്ല, കെട്ടഴിക്ക്. 1 കെട്ടേ ഉള്ളൂ. 2 കെട്ടുണ്ട്. അല്ല, ആ കെട്ട് വെട്ടിച്ചു വിട്. ചെറിയൊരു
ചായയും അമ്മ പിടിച്ചോണേ. വെട്ടിയപ്പോ ചായ പോവും അമ്മേ. അവിടെ വെട്ടല്ലേ ചായ. ഇത് പറയുന്ന ഒന്നും ആരും കേൾക്കുന്നില്ല. എന്തോ ഇപ്പൊ സംഭവിക്കുന്ന ഒരു പിടുത്തവും ഇല്ല. ആരും പറയുന്ന കേൾക്കുന്നില്ല. ഒരാൾ അവിടെ വിട്ട്, ഒരാൾ ഇവിടെ വിട്ട്, ഒരാൾ അത് വിട്ടെന്ന് പറയുന്നു. ഉച്ചായം തന്നെ വെച്ച് താഴെ ഇടുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഒന്ന് ഫുള്ളായി പോയി. അപ്പൊ നമ്മുടെ കൊല ഇതാ താഴെ എത്തിയിട്ടുണ്ട്. അതിസാഹസികമായി താഴെ എത്തിച്ചു. ഇനി എന്നെ വെട്ടിക്കൊണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് പറഞ്ഞു സാഹസികത. ഒടിഞ്ഞു പോകും, കാളാമണ്ണം വിട്ടു പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സംഭവിക്കില്ല. ഞാൻ എത്ര വാഴക്കൊല വെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 10,000 വാഴക്കൊല വെട്ടിയിട്ടുണ്ട്. അതുപോലെ 1000 വാഴക്കൊല ഉള്ള തോട്ടത്തിൽ നിന്ന് നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നതല്ലേ കുറെ. വെട്ടി ചുമന്ന മഴയത്ത് 2 സൈഡിലും 1000 ഏക്കർ എന്ന് പറയാത്ത ഭാഗ്യം ഇല്ലായിരുന്നു. ആര് പറഞ്ഞു? 1000-2000 വാഴയൊക്കെ ഉണ്ടായിരുന്നല്ലേ നീ? എന്നിട്ട് 2 സൈഡിൽ ഇങ്ങനെ കേട്ടിട്ട് കണ്ടത്തിക്കൂടെ പെരുമഴയും നനഞ്ഞ് കൊല ചുമന്നിട്ട് ഓർക്കുന്നു. അത് വലിയ എന്നിട്ട് മറ്റേ ഐഷറിനാ കൊല കയറ്റുന്നത്. 97 ഒന്നുമല്ല, പിക്കപ്പും അല്ല, വലിയ ഐഷർ വലിയ വണ്ടിക്ക്. അന്നൊരു കാലം ഉണ്ടായിരുന്നു. നീ വെട്ടിപ്പോ നേരെ താഴോട്ട് പോയി. ഞാൻ പിടിക്കാന്നോ അന്നക്കുട്ടി? അന്നക്കുട്ടി പിടിക്കാന്നോ? ഇനി രണ്ടുപേരും കൂടി പിടിച്ച് ആ കൊല വെട്ടിക്കോ. നമ്മുടെ കൈ പോകുന്നേ. താഴെ എത്തിയിരിക്കുന്നു. ഉണ്ടാവാണ് ഇത് കൂട്ട് കൊല ഉണ്ടാവണം. അതെ അതെ, നമ്മൾ തൂക്കം നോക്കണം. നമുക്ക് ഈ വർഷം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നല്ല കൊലയായിട്ടോ ഇത്. വേറെ കൊലയോ തൂരെ പോടോ ഇല്ല. എല്ലാ കൊല്ലം ഇങ്ങനത്തെ ആയിരുന്നു. 10 വാഴ വെച്ചപ്പോ 10 കൊല ഇത് കൂട്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നടന്ന വാഴയ്ക്ക് കൊല നല്ല പോലെ വാഴയുടെ ഉണ്ട്. ആണോ? അതുകൊണ്ടാണ്. പക്ഷെ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. എടുക്കത്തില്ലേ? നല്ല വെയിറ്റാണ്. തൂക്കി നോക്കാവേ. മൂത്ത് വള്ള പൊട്ടി. എടാ മഴ തോന്നുന്നത്രേ അവിടേക്ക് പോയി നിന്നെ. ഞാനിവിടെ കുറച്ച് ചെടിയൊക്കെ, ഇന്നത്തെ എന്റെ പരിപാടിയാണ്. കുറച്ച് മണി പ്ലാന്റ് ചെടിയൊക്കെ ഇവിടെ കണ്ടുനോക്കി വെച്ചിട്ടുണ്ട്. അരക്കിലെ പോയോ? ആ കാളാമുണ്ട്. ഒരു ഉണ്ടോ? നമ്മുടെ കോലയിൽ ഇനി ഇതിനെ തൂക്കിട്ട് പറയാ എത്ര കിലോ ഉണ്ടെന്ന്. ഞാൻ അവിടെ നമ്മുടെ വാഴേനെ മുട്ട അടിച്ചോണ്ടിരിക്കുകയാണ്. മഴ തോന്നുന്നുണ്ട് മുത്തേ. ഒക്കെ തലയില് മഴ വീണം. ഇട്ടോ ഓ ആക്കത്തി കിട്ടുന്ന പോലും. അതിന്റെ കൂടെ താഴോട്ട് പോയേക്കല്ലേ. മൂർച്ച പോയോ? മൂർച്ച പോയോ? പിന്നെ പോയി. അല്ല കാച്ചിച്ച് കഴിഞ്ഞിട്ടേ. ആ ഇനി അതിനും കൂടെ ഉള്ളു പറ്റിക്കാന്. മഴ തോന്നുന്നുണ്ട്. ഇന്നലെ നല്ല വെയിലായിരുന്നു, ഇന്നിപ്പം മഴയാണ് കേട്ടോ. പേര കളയല്ലോ. പേര കളയരുതെന്ന കൊച്ചു പറയുക. കൊച്ചിന് പേരക്ക തിന്നേണ്ടതാണ്. എല്ലാം കൂടെ താഴോട്ട് എടുത്തിരുന്നു. അതെ അതെ, നല്ലോണം അങ്ങോട്ട് എടുത്തു. പ്രകാശം വന്നു. പിണ്ടി വരെ കറി വെക്കുന്ന ആൾക്കാരുണ്ട്, അറിയോ? പിണ്ടി കറി വെക്കുന്നവരുണ്ട്. പിണ്ടി കറി, ഈ വാഴയുടെ എന്നാ കറി വെക്കാത്ത? വാഴക്കൊല കറി വെക്കും, വാഴക്ക ചുണ്ട് കറി വെക്കും, പിണ്ടി കറി വെക്കും. അയ്യോ, ഇതിന്റെ പിടി ഊരി പോയതായിരുന്നു. മതി വെട്ടിയിട്ട് വാ. നോക്കണേ, ഒരു പെണ്ണ് നടക്കുന്ന കണ്ടില്ലേ മഴയത്തൂടെ? തൂളം മഴ പെയ്യുന്നുണ്ട്.
അത് ചായ അതവിടെ നിക്കട്ടെ, അതവിടെ നിക്കട്ടെ. എന്നാലും ഓ, മതി മതി വാ, മതി മതി അന്നൂട്ടി പറയുന്നു. അന്നൂട്ടിയുടെ ഒരു ചിരി നോക്കാണ്. നമുക്ക് ഇത് അളന്ന് നോക്കാം, നമുക്ക് തൂക്കി നോക്കാം. അങ്ങനെയാണ് നമ്മുടെ വാഴ തൂക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. തറസല്ല വെയിൻ മെഷീനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ വെക്കാൻ പറ്റൂല അമ്മേ, രണ്ടുപേര് പിടിച്ചാലോ നോട്ടം കേട്ടോ. ഇനിയൊന്ന് തൂക്കി നോക്കട്ടെ. പിടിച്ചോണ്ട് കേറി നിക്കേണ്ടി വരുമായിരിക്കും. എനിക്ക് വേദനയുള്ളതുകൊണ്ടായില്ലെങ്കിൽ അത് എന്റെ വെയിറ്റ് നോക്കി നോക്കിയോ? ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലേ? 50 കിലോ ഉണ്ടോ? കേറി നിൽക്കാം. കിട്ടോ കിട്ടോ നോക്കുവാണ്. നോക്കിയോ എത്രയുണ്ട്? ചിരിക്കുന്നു. 22 കിലോ. 22 കിലോയോ? അമ്മി കൃത്യം പറഞ്ഞു 22 കിലോ. ആ വെട്ടിക്കഴിഞ്ഞപ്പോ 20 മേളിൽ കാണുമെന്ന് പറഞ്ഞായിരുന്നു. ഇച്ചാൻ 21 പറഞ്ഞായിരുന്നു. അങ്ങനെ 22 കിലോ ഉണ്ട് നമ്മുടെ വാഴക്കോല. കുറച്ച് വറക്കണം. നമ്മുടെ വിഷുവാണ് വരാൻ പോണത്. സോറി, അയ്യോ നമ്മുടെ ഓണമാണ്. പണ്ട് പഠിപ്പിച്ചോണ്ടിരുന്ന സാറേ ഒക്കെ നാട്ടും കാട്ടം കുറുക്കിഴങ്ങ് തിരിച്ചറിയാൻ മേലാത്ത കായല സാറ് തിരിച്ചറിയാൻ മേലാത്ത കഴുത അങ്ങനെ പറയായിരുന്നു സാറ്. ഇന്നത്തെ കാലത്ത് എന്തും പറയാലോ. ഇന്നൊന്നും പിള്ളേരുടെ അങ്ങനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയും. എന്ത് കുട്ടികളും പറയുകയും ചെയ്യാം. അതിനർത്ഥം അതുപോലെ ആയിപ്പോയതല്ലേ? അതാ പറയുന്ന ആട്ടും കാട്ടും കൂറും തിരിച്ചറിയാൻ പറ്റാത്ത കഴുത. അപ്പൊ നമ്മുടെ ഓണത്തിന് നമുക്ക് കുറച്ച് കാവ് അറക്കണം, കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കണം. അപ്പൊ ഇത് കടല ഇരിയാണോ? കണ്ടിച്ചിട്ടെടുത്താ പൊട്ടിയ കായൊക്കെ എടുക്കുകയും ചെയ്യില്ല അല്ലേ? നല്ല വെയിലുണ്ടായത് കുറച്ച് പറ്റും. ഉണക്കാറുണ്ട് അത്തി വെച്ച് പോകും. ഇത് അറക്കുവാ. എത്ര കായുണ്ട്? 2 പണ്ട് നമുക്ക് ഒരെണ്ണം കിട്ടിയത് വട്ടത്തി 4 6 8 10 12 14 16 ആണോ? അടിപ്പടല 16. രണ്ടാമത്തെ ഇവിടെ 2 4 6 8 10 12 14 14 16 കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷേ കിലോ 5 ഉണ്ട്. അത് കുറച്ച് കാ പൊട്ടിയിട്ടുണ്ട്. 2-3 കാ പൊട്ടിയിട്ടുണ്ട്. അല്ല അല്ല അതില് ഇതിൽ തന്നെ നല്ല രസം. കത്തിക്ക് ഭയങ്കര മൂർച്ചയായിട്ടുണ്ട്. വാഴക്ക പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട്. ഒരുമാതിരി കൂഴച്ചക്ക വെട്ടുന്ന പോലെയാണ് വാഴക്കൊല വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പെടല ഇരിഞ്ഞിരിഞ്ഞ് വെക്കുക കേട്ടോ. ഇതിലൊരു പെടല 16 കായ, ഒരു പെടല 14 കായുണ്ട്. അടുത്ത പെടല 2 4 6 8 അത് അതിന് 10 12 2 വെച്ച് കുറഞ്ഞോണ്ടിരിക്കും. 12. അടുത്ത 10 ആണോന്ന് നോക്കാം നമുക്ക്. അടുത്ത 10 14 12 10 ആണോ? 2 4 6 8 10 അത് 12. അവിടെ തെറ്റിപ്പോയിട്ടോ. ഈ വാഴക്കൊല നീ ചതിച്ചു. അവിടെ 10 മതിയായിരുന്നു. നീ അവിടെ 12. 2 12 അത് 10 ആയിരിക്കും. 4 6 8 10 11. ഒരെണ്ണേ കുറഞ്ഞുള്ളൂ. അവിടെ 11 ആയി. അടുത്തതോ? അടുത്തത് 11 ആണേലോ. അടുത്ത 11 കാണില്ല. ഇല്ലേ?
രണ്ട് ആണെങ്കിലും 4 ഇല്ല അത് 8 2 4 6 8 10 12 ഈ കുഞ്ഞോട് കൂടി 12 കായുണ്ട്. 12 കായുണ്ട്. ഏറ്റവും അടിപ്പെട്ടുള്ള മോശമാണെന്നും പറയല്ലേ. ഏറ്റവും അടിപ്പെടലിൽ 5 കായ 4 6 കായുണ്ട്. ഈ കുഞ്ഞു പൊടിക്കാട് കൂട്ടിയ 6 കായുണ്ട്. അപ്പൊ ഒരുമാതിരി നമുക്ക് ഈ വാഴ എത്ര കായുണ്ടെന്ന് പറയാൻ പറ്റുമോ? മൊത്തം 14 12 12 11 പിന്നെ എത്രയാ 6 6 അല്ലല്ല 12ന്റെ 3 എണ്ണം ഉണ്ട്. പിന്നെ 12ന്റെ 3 എണ്ണം 11ന്റെ ഒരെണ്ണം പിന്നെ 14 12 അല്ല 14 16 എത്രയായി കുട്ടിക്ക് നീ കൂട്ടിച്ചായ 16 10 26 4 എത്ര 30 30 60 60 66 66 10 76 പിന്നെ 1 77 77 6 83 കായുണ്ട്. നിനക്ക് ആ കൂട്ടം എങ്ങനെയാ ഞാൻ കൂട്ടിയെന്ന് എനിക്ക് മനസ്സിലായോ? ഞാൻ എങ്ങനെ കൂട്ടിയെന്ന് മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? കണക്ക് നീ കിട്ടി അറിയാം. നീ കണക്ക് ഭയങ്കര നീ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഉണ്ട് മമ്മി വരെ ഞെട്ടിപ്പോയി. മമ്മിയോടെ പഠിച്ചു വരിക്കൊണ്ടിരിക്കുന്നുണ്ടോ. 83 കായുണ്ട്. ഏത്തക്കൊലയാ നോക്കണേ. 50 കായാണെന്ന് പ്രതീക്ഷിച്ചേ. അയ്യോ 50 അല്ല, അതിന്റെ ഇരട്ടിയുണ്ട്. അപ്പൊ അത്രയും കായുണ്ട്. പക്ഷെ കണ്ടാ നമുക്ക് അത്രയും കായുണ്ടെന്ന് തോന്നൂലേ. എണ്ണമ്പഴേ മനസ്സിലായി. ഇത് 16 ആയില്ലേ? അതെ അതെ ഇത് 14 ആയില്ലേ? ഇത് രണ്ടും കൂടെ ആയപ്പോ എത്രയായി? 30 ആയില്ലേ? പിന്നെ എന്താ ഉള്ളേ? പിന്നെ 3 12 36 ആയില്ലേ? പിന്നെ ഒരു 36 ആയപ്പോ 66 ആയില്ലേ? 66. പിന്നെ ഉള്ളത് എത്രയാ? ഒരു 12 കൂടെ അല്ല ഒരു 11. ഒരു 11 ആയപ്പോ എത്രയായി? 66 10 76 1 77 ആയില്ലേ? പിന്നെ ഈ 6 കൂടെ ആകുമ്പോ എത്രയായി? 77 6. മുഖത്തേക്ക് നോക്കി ഒരു പ്രൗഢി. കണക്കത്ത് സാധനം ഒരു കിണറിയതല്ലേ ഇവള് ഭയങ്കരമായിട്ട്. എനിക്ക് കണക്കോ ഈ കണക്കിലായിരുന്നു ഏതാണ്ട് ഭയങ്കര കെണ്ടിയെന്നാ പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് കണക്കിലൊക്കെ പൂജമായിരുന്നു, വട്ടപൂജമായിരുന്നു മാർക്ക്. പക്ഷെ ഇങ്ങനെ കണക്ക് കൂട്ടാൻ കണക്ക് കൂട്ടലുകൾ നമ്മളുടെ തെറ്റാറില്ല. മുട്ടപ്പഴോ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചെരുപ്പിടാനുള്ള ശ്രമത്തിലാണ്. ചെരുപ്പ് പക്ഷെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. പൊട്ടിയ എടുത്തിട്ട് മമ്മി പൊട്ടിയ കായ എടുത്താലോന്ന് എടുക്കണ്ടേ? എടുത്തു വെച്ചാലും അഴുക്കാവൂലേ? 3 എണ്ണം ഉണ്ടല്ലോ. അയ്യോ ഇത്രയും പൊട്ടിപ്പോയായിരുന്നു. ഇന്നലെ 5 എണ്ണം പൊട്ടി വിണ്ട് കീറി. അയ്യോ അതെന്തൊരു പൊട്ടലാ. ഇശ്ശോ അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ. ഇല്ല അത് പോയി. കറി വെക്കാൻ മറക്കാൻ പറ്റുമോ? അതില്ല പൊട്ടാൻ തുടങ്ങി. വിണ്ട് കീറി. പുത്തൻ പൊട്ടാണത്. അത് കത്തി കൊണ്ട പോലെ ഇരിക്കുന്നു. ഒത്തിരി ഉണ്ട് പൊട്ടിയത്. ഇന്നലെ 5 എണ്ണം കണ്ടതാണ്. ഇന്നിപ്പോ ആയപ്പോഴേക്ക് എത്ര കായ പൊട്ടിയെന്ന് നോക്കും. 3 3 6 7 8 9 കായ. അതൊന്ന് പൊട്ടി 9 കായ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വീണ്ടും പൊട്ടും. വൈകുന്നേരം ആകുമ്പോ പിന്നെ പൊട്ടും. നല്ല വീണ്ടും വരുന്ന കത്തി കൊണ്ടോ തോന്നില്ലേ? പക്ഷെ കത്തി കൊണ്ടതല്ല. അല്ലല്ലേ കത്തി കൊണ്ടുപോകാൻ ചെയ്യുന്നത്. പക്ഷെ കത്തി കൊണ്ടതല്ല. കത്തി ഇവിടെ ഒന്ന് കൊണ്ടിട്ടുണ്ട്. അത് പക്ഷെ ഇത് പൊട്ട് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഴക്കൊല വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ. അതുവരെ എല്ലാവർക്കും ബൈ. See you. ഉമ്മ